പത്തനംതിട്ട പീഡനക്കേസിൽ അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. DIG അജിത ബീഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കുട്ടിയുടെ സംരക്ഷണത്തിന് ലൈസൺ ഓഫീസറായി വനിതാ SIയെ നിയോഗിച്ചു. അതേസമയം പീഡനക്കേസിൽ 26 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 7 പേർ കസ്റ്റഡിയിലുണ്ട്. FIRകളുടെ എണ്ണം 14ആയി. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. രാജ്കുമാർ, വലിയ തരത്തിലുള്ള ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം. ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയനുസരിച്ച് 14 FIRകൾ രജിസ്റ്റർ ചെയ്തു. 26 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നിരവധി പേർ. കുട്ടി പറഞ്ഞതനുസരിച്ച് 39 പേരാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. മൊത്തം 64 പേർ ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ്? ഒപ്പം തന്നെ ഇന്ന് പോലീസ് നൽകിയ റിപ്പോർട്ട് വളരെ പ്രധാനവുമാണ്. കുട്ടിക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകണം. പ്രാഥമികമായി എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റ് വിവരങ്ങൾ? നമ്മുടെ ഈ പത്തനംതിട്ടയിലെ അതിജീവിതയെ സംബന്ധിച്ച് ഒരു 2 ആംഗിളിലാണ് സർക്കാരിൻ്റെ നിലപാടുകൾ. ഒന്ന്, കുട്ടിയുടെ ഭാവി ജീവിതം, ഒപ്പം തന്നെ കുട്ടിയെ കൂടുതൽ കരുത്ത് പകർന്ന് കുട്ടിയെ വീണ്ടും ജീവിതത്തിലേക്ക് കരുപിടിച്ച് ഉയർത്തുക, കുട്ടിക്ക് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കുക. ഈ പറഞ്ഞതുപോലെ കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കാനായി ലൈസൺ ഓഫീസറിനെ ഡയറക്റ്റ് വനിതാ SIയെ തന്നെ നിയോഗിച്ചു. ഒപ്പം തന്നെ കുട്ടിക്ക് ഒരു ഇൻട്രിം നഷ്ടപരിഹാരം, താൽക്കാലിക നഷ്ടപരിഹാരം, ഇടക്കാല നഷ്ടപരിഹാരം നൽകണമെന്നൊരാവശ്യം പോലീസ് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം. അത് മാനസികമായും ശാരീരികമായിട്ടുള്ള ചികിത്സ വേണമെന്നാണ് ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ഇനി തുടർന്നും ഇപ്പോൾ പഠിക്കുന്ന അതേ വിദ്യാലയത്തിൽ തന്നെ തുടർന്നും പഠിക്കണമെങ്കിൽ കുട്ടിക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ശക്തി പകരുക, അതിന് സംരക്ഷണം ഒരുക്കുക, അതിന് ഈ പറഞ്ഞ വിദ്യാലയവുമായി ബന്ധപ്പെട്ട അധികൃതരുമായിട്ടുള്ള ഈ പൊതുപ്രവർത്തകരും മറ്റും വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിർദ്ദേശത്തിൽ വരുന്നത്. മാത്രമല്ല അതിജീവിത അതായതുകൊണ്ട് തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി ഈ SITയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 25 സംഘത്തെ ഇപ്പോൾ ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ DIG അജിത ബീഗം തന്നെ ഇത് മോണിറ്റർ ചെയ്യും. ഇവിടുത്തെ നേരിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട DYSPക്കാണ് അതിന്റെ ചുമതലയും. അതേസമയം തന്നെ 26 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി. 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ നിലവിൽ DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? വലിയ വിപുലമായ ഒരു അന്വേഷണ സംഘത്തിന്റെ സാധ്യത കാണുന്നുണ്ട്. കാരണം 2 ജില്ലകളിൽ നിന്നാണ് പരാതികൾ വരികയും ചെയ്തിട്ടുള്ളത്. അത് പത്തനംതിട്ട SP ഉൾപ്പെടെ, അതാണ് ഞാൻ പറഞ്ഞത്. DIGയുടെ താഴേക്ക് വരുമ്പോൾ പത്തനംതിട്ട SP ഈ അന്വേഷണ സംഘത്തിലുണ്ട്. പത്തനംതിട്ട SPയുടെ കീഴിലുള്ള DYSPമാർ ഉൾപ്പെടുന്നു, CIമാർ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ ഒരു സ്വകാര്യമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും സ്വകാര്യതയെല്ലാം ഉണ്ട്, അതുകൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വനിതാ ഡയറക്റ്റ് SIമാരെ തന്നെ ഇതിൽ സംഘത്തിൽ കൂടുതലായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിക്ക് എന്തെങ്കിലും തുറന്ന് സംസാരിക്കണമെങ്കിൽ അത് വനിതാ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല CWCയുടെ തുടർന്നുള്ള കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് എല്ലാം നൽകാനുള്ള നീക്കം ഒരേ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു മൊഴി, ഇത് ആദ്യം ഈ സൂചിപ്പിച്ചതുപോലെ 13ാമത്തെ വയസ്സിൽ ആദ്യമായി ഇതിന് ഇരയാവുന്നു. അതിൽ പ്രണയം നടിച്ച് ഈ കുട്ടിയെ കൊണ്ടുപോയി അയാൾ ബലാത്സംഗം ചെയ്യുന്നു, നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു, പിന്നീട് അത് സുഹൃത്തുക്കൾക്ക് കൈമാറുന്നു. അവരത് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് തങ്ങളുടെ പറയുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട് കുട്ടി പലരിലേക്കും പോകുന്നു. അപ്പോൾ ഈ നിലയിൽ ഈ കുട്ടിയെ അങ്ങ് ചൂഷണം ചെയ്യുകയായിരുന്നു. അതിൻ്റെ മാനസിക അവസ്ഥയെല്ലാം ഇവർ